പ്ലസ് ടു കഴിഞ്ഞ് അടുത്തത് എന്ത് പഠിക്കണമെന്ന് ആലോചിച്ച് ഇപ്പോഴും കൺഫ്യൂഷനിലാണോ? എന്നാൽ മികച്ച സ്കോളർഷിപ്പോടെ ഫ്യൂച്ചർ ഫോക്കസ് കോഴ്സസ് മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും പഠിക്കാം. കോട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുനർനിർമ്മാണത്തിന് ബജറ്റിൽ തുക പ്രഖ്യാപിച്ചതിന് പിന്നാലെ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ഇറിഗേഷൻ വകുപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി ശ്രീദേവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. VS ജോയ് MLAയ്ക്കൊപ്പമായിരുന്നു ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. അപകടാവസ്ഥയിലുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുനർനിർമ്മാണത്തിന് സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാന പ്രചാരണ വിഷയങ്ങളിൽ ഒന്നായിരുന്നു കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. പ്രവൃത്തി നടക്കുന്ന ലോക്ക് കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിനോടൊപ്പം കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജും പുതുക്കി പണിയണം എന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപകടാവസ്ഥയിലേക്ക് നീങ്ങിയതിന്റെ കാരണങ്ങൾ നാട്ടുകാർ ഉദ്യോഗസ്ഥ സംഘത്തിന് മുന്നിൽ വിവരിച്ചു. സിംഗിൾ ലൈനാണ്. ആ സിംഗിൾ ലൈനായി പണി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസ് ഒക്കെ ഡബിൾ ലൈന് വേണ്ടിയുള്ള സാധനമാണ്. പക്ഷെ മുകളിൽ വരുമ്പോൾ സിംഗിൾ ലൈനാണ്. അത് നമുക്ക് എന്താ നാടിനൊരു പ്രയോജനമില്ല. നമുക്കിതിന് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞ ഒരു നല്ല പാലമാണ്. ഇന്ത്യൻ ആവിയേഷന്റെ കീഴിലാണ് അത് വരുന്നത്. അത് റിവൈസ് ചെയ്യേണ്ടി വരും. അത് ഡബിൾ ലൈൻ ആക്കി നമുക്ക് കാലക്രമേണ ഇതും പുതിയൊരു പാലം കൊണ്ടല്ലാതെ ഇതിന് ശാശ്വതമായ പരിഹാരം. ഇതിപ്പോൾ നമുക്ക് ഒന്ന് ഓട്ടടിച്ച് പോകാന്നുള്ളൂ. പക്ഷെ അത് ശാശ്വതമാണെന്ന് തോന്നില്ല. പിന്നെയും നമ്മൾ പൈസ കൊണ്ട് ഇവിടെ ഇങ്ങനെ കുഴിച്ചിടുക. അല്ല, ഇത് നിങ്ങൾ അർജന്റായിട്ട് ചെയ്യണം. അത് അതിനിപ്പോൾ അതിന് വേറെ സ്റ്റഡിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഡബിൾ ആക്കണം ഇപ്പൊ തന്നെ. അതിന് റിവേഴ്സ് ഇപ്പൊ തന്നെ എന്ത് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവര് നമ്മളെ ഇത്രയും മണൽ ഇവിടുന്ന് ഊറ്റിയെടുക്കുമ്പോൾ ഈ പാലം സ്വാഭാവികമായിട്ട് വീഴും എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ്. ആ അനാസ്ഥ ശരിക്കും ഈ ഭാഗത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റെന്തോ ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമുക്കത് കാണാൻ കഴിയും. നായർതോട് പാലത്തിനുള്ള ഹെവി ഡ്യൂട്ടി സാധനങ്ങൾ ഇതിൽ കൂടെ കൊണ്ടുപോയിരുന്നത്. നമ്മൾ 8 മീറ്ററാണ് അടിക്ക് റോക്ക് എത്തിയിട്ടില്ല. ഫ്രിക്ഷൻ മൈലാണ്. അപ്പോൾ ഇതിന്റെ താഴത്തെ ആ കവറിങ്ങും കൂടെ മണ്ണ് കുറെ പോയിട്ടുണ്ട് അതുകൊണ്ട് അത് ചെറുതായിട്ട് ഇരിക്കും. അല്ല, അന്ന് പറഞ്ഞ കാര്യമില്ല. 69 ആണ് ഡിസൈന്. 74 ടെൻഡർ ചെയ്ത് 79 വർക്ക് സ്റ്റാർട്ട് ചെയ്യണേ. 84 നിൽക്കണേ. 84 കഴിഞ്ഞിട്ട് 2001 വരെ ഇത് അനാഥ. ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡ് ചീഫ് എഞ്ചിനീയർ R പ്രിയേഷ്, ജിയോ ടെക്നിക്കൽ എക്സ്പെർട്ട് K ബാലൻ, ബ്രിഡ്ജ് ഡിസൈൻ എക്സ്പെർട്ട് S സജി, കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ MS സുധ, മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയർ K ബിജോയ് എന്നിവരടങ്ങുന്ന സംഘമാണ് പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുഷ്പരാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CA ഷിബു, അസിസ്റ്റന്റ് എഞ്ചിനീയർ A അഹമ്മദ് അലി തുടങ്ങിയവർ സംഘത്തെ അനുഗമിച്ചു. ശാശ്വത പരിഹാരത്തിനാണ് ശ്രമമെന്ന സന്ദർശനശേഷം MLAയും പദ്ധതി രൂപീകരണത്തിന് ടെക്നിക്കൽ സംഘത്തെ നിയോഗിച്ചതായി ചീഫ് എഞ്ചിനീയർ പി ശ്രീദേവിയും എഡിറ്റർ ലൈവിനോട് ഈ പ്രശ്നത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളൊരു ടെക്നിക്കൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. അതിനകത്ത് സബ്ജക്ട് എക്സ്പേർട്സും ഉണ്ട്, അല്ലാതെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്സ്പേർട്സ്, ഇൻവെസ്റ്റിഗേഷനിലുള്ള സൂപ്രണ്ടിങ്ങിന് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അതൊരു സാങ്കേതിക പഠനം നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുന്നതായിരിക്കും. അതും ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഈ ബ്രിഡ്ജിൽ വീണ്ടും കൂടുതൽ വർക്ക് വരാത്തതുപോലെ, അപ്പോൾ അതിനുള്ള എത്രയും പെട്ടെന്ന് ഞങ്ങൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പഠനങ്ങൾ നടത്തുന്നതിനും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്.
കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് കഴിഞ്ഞ ബജറ്റിൽ അതിന് 5 കോടി രൂപ സർക്കാർ അനുവദിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് അത് തകർന്നു കിടക്കുന്ന 2 കരകളെ മംഗലത്തെയും കൂട്ടായും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രാ സംവിധാനം കൂടിയാണ്. അപ്പോൾ അത് തകർന്നു കിടക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ രൂക്ഷമായ പ്രയാസമുണ്ട്. അതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗവൺമെന്റ് ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫണ്ട് ഏത് തരത്തിൽ വിനിയോഗിക്കണം, തകർന്നു കിടക്കുന്ന പാലം പുനർനിർമ്മിക്കണോ, അത് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ചൊരു സാങ്കേതിക പഠനം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടത്തുന്നുണ്ട്. അത് ചീഫ് എഞ്ചിനീയർ നേരിട്ട് വന്ന് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയാണ് അതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം എന്താണ് പരിഹാര മാർഗം, പാലം പുനർനിർമ്മിക്കാൻ സാധിക്കുമോ, ഒരുപാട് പണം പാഴായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒരു പരാതിയാണ്. പ്രാവശ്യം നമുക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ലോക്കൽ ബ്രിഡ്ജിന്റെ പണി പൂർത്തിയാവുന്നതോടുകൂടി ഡബിൾ ലൈൻ ആയിട്ടൊരു പാലം ഇവിടെ ശാശ്വത പരിഹാരമായിട്ട് ഉണ്ടാവണം എന്നാണ്. നിലവിലുള്ള 1 ലൈൻ പാലം അത് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞെങ്കിൽ തന്നെ മറ്റൊരു പാലം അഡീഷണൽ ആയിട്ട് വേണമെന്നുള്ള ഡിമാൻഡൊക്കെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഇനി ഈ പാലം നിർമ്മിക്കുമ്പോൾ താൽക്കാലികമായി യാത്രാ സംവിധാനം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ താൽക്കാലികമായ ഒരു ബണ്ട് ഉൾപ്പെടെ വെച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ വിഷയത്തിന് താൽക്കാലികമായ ഒരു പരിഹാരവും ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള ആവശ്യമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥർ അത് അനുഭാവവും പരിഗണിച്ച് കൃത്യമായ സ്റ്റഡി നടത്തി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പണം ബജറ്റിൽ അനുവദിച്ച പണം എങ്ങനെ വിനിയോഗിക്കണം, പാലം എങ്ങനെ പുനർനിർമ്മിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള സാങ്കേതിക ഉപദേശത്തോടു കൂടി ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM റംല ടീച്ചർ, വൈസ് പ്രസിഡന്റ് MK സലീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP മൊയ്തീൻ കോയ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CM മുഹമ്മദ് ഹനീഷ്, അനിത കിഷോർ, R ഷിനാബ്, UDF നേതാക്കളായ M അബ്ദുള്ളക്കുട്ടി, CM പുരുഷോത്തമൻ, CMT സീതി, സലാം താണിക്കാട്, CP കുഞ്ഞുട്ടി, MGM ഗഫൂർ, സലീം കൂട്ടായി തുടങ്ങിയവർ MLAക്ക് ഒപ്പമുണ്ടായിരുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. +2 കഴിഞ്ഞ് അടുത്തത് എന്ത് പഠിക്കണമെന്ന് ആലോചിച്ച് ഇപ്പോഴും കൺഫ്യൂഷനിലാണോ? എന്നാൽ മികച്ച സ്കോളർഷിപ്പോടെ ഫ്യൂച്ചർ ഫോക്കസ് കോഴ്സസ് മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും പഠിക്കാം. ഇന്ന് കമ്പനീസ് നോക്കുന്നത് വെറും ഒരു ഡിഗ്രി അല്ല, ഇൻഡസ്ട്രി റെഡി സ്കിൽസ് ആണ്. അതുകൊണ്ടാണ് മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് NBA അക്രഡിറ്റഡ് പ്രോഗ്രാംസോടുകൂടി ഫ്യൂച്ചർ ഫോക്കസ്ഡ് എഡ്യൂക്കേഷൻ ഒരുക്കുന്നത്. NBA അക്രഡിറ്റേഷൻ ഉള്ള BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BTech മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കൂടാതെ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BTech ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനും ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, AI ആൻഡ് ഡാറ്റാ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ആഡ് ഓൺ കോഴ്സസോട് കൂടിയ BCA, ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷനോട് കൂടി BBAയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കൂടാതെ +2 മാർക്കിന്റെയോ കീം സ്കോറിന്റെയോ അടിസ്ഥാനത്തിൽ മികച്ച സ്കോളർഷിപ്പും പിന്നെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും. അപ്പോൾ ഇനി പഴയ കോഴ്സ് ട്രെൻഡ്സിന്റെ പിന്നാലെ പോകാതെ ഫ്യൂച്ചർ വാല്യൂ ഉള്ള എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യൂ. അഡ്മിഷൻസ് ഓപ്പൺ നൗ at Malabar College of Engineering and Technology. Contact now and secure your seat.